നമ്മുടെ ബോഡി കെയറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എണ്ണ തേച്ച് കുളി. എണ്ണ തേച്ച് കുളിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ടും സ്കിൻ നല്ല യൂത്ത്ഫുൾ ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിലെ മോയ്സ്ചർ കണ്ടന്റ് നിലനിൽക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. കൂടാതെ നമ്മൾ മസാജ് ചെയ്യുമ്പം രക്തയോട്ടം കൂടുന്നത് മൂലം സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാനും തിളങ്ങാൻ വേണ്ടിയിട്ടും തുടങ്ങും. ഇനി നമ്മൾ മെഡിസിനൽ ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന ബോഡി പെയിൻ, മസിൽ പെയിൻ, നീരിറക്കം, അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ഇനി ഡ്രൈ സ്കിന്നിലുള്ളവർക്കാണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും സ്കിന്നിലെ ടാൻ മാറാൻ വേണ്ടിയിട്ടും സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകളും കുരുക്കളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. ഇനി എങ്ങനെ എണ്ണ തേച്ച് കുളിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് സ്കിന്ന് കുറച്ചും കൂടി ബ്രൈറ്റൻ ആവുകയാണ്, നിങ്ങളുടെ ടാനെല്ലാം പോകണം, കുരുക്കളും പാടുകളൊക്കെ മാറണമെങ്കിൽ നമുക്ക് കാരറ്റ് ഓയിലോ അല്ലെങ്കിൽ ടർമറിക് ഓയിലോ എടുക്കാം. അതുപോലെ ഇനി ബോഡി പെയിൻ ഒക്കെ കുറയണം അല്ലെങ്കിൽ മസിൽ പെയിൻ ഒക്കെ കുറയണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിസിനൽ ഓയിൽസ് എടുക്കാം. ഹോമിയോപ്പതിയിൽ മെഡിസിനൽ ഓയിൽസ് അവൈലബിൾ ആണ്. ആർണിക്ക ഓയിൽ, റെസ്റ്റോക്സ് ഓയിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ക്ലിനിക്കിൽ ചോദിക്കോ ഫാർമസിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് തേച്ച് കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി പെയിൻ ആയിക്കോട്ടെ, മസിൽ പെയിൻ ആയിക്കോട്ടെ, ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ടും ചതവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും. അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് എള്ളെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പം ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കുക. നമ്മൾ കുളിക്കുന്നതിന് ഒരു മിനിമം ഒരു 20 മിനിറ്റ് മുന്നെയെങ്കിലും എണ്ണ തേച്ചിരിക്കണം. അപ്പം എണ്ണ തേക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ചെറുതായി ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് എങ്കിലും വെച്ചിരിക്കുക. അതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാം. ദിവസവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നതേ ഉള്ളൂ.